നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്ത് 2 ദിവസം കൊണ്ട് കട്ട വെയിലേട്ടോ. സാധാരണ ജൂൺ ജൂലൈ മാസത്തൊക്കെ മഴ കാരണം നിൽക്കാൻ പറ്റില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മാറ്റ്, ഡൈനിങ് ടേബിളിലെ മാറ്റ് എല്ലാം കഴുകിയിട്ട് കേട്ടോ. നല്ല വെയിൽ, ഇതിപ്പോൾ തന്നെ ഉണങ്ങിക്കിട്ടും. ഇത് ഞാനൊരു 12 മണിയാവത്തേ ഉള്ളൂ വിരിച്ചിട്ടു, പക്ഷെ ഏകദേശം ഉണങ്ങി കേട്ടോ. അത്രയ്ക്ക് വെയിൽ, ഭയങ്കര വെയിൽ. മഴയുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഇടിയും മിന്നലും, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത മഴയും ഒക്കെയാണ്. മഴയൊന്നുമില്ലാതെ നല്ലതായിട്ടിരിക്കണം. അപ്പോൾ മാറ്റൊക്കെ കുറേ നാളായിട്ട് ഇപ്പോൾ കഴുകാണ്ട് വല്ലാതെ കിടന്നു. അങ്ങനെ കഴുകി ഉണക്കാനായിട്ട് ഇട്ടു. ഇന്നാണ് ഞാൻ ഇത്തിരി തറയിൽ നിൽക്കുന്നത് കേട്ടോ. വസ്ത്രയുടെ കാർ സർവീസിനടുത്ത് വസ്ത്രയുടെ ഓർഡേഴ്സ് വന്നാൽ, അല്ല, നമ്മൾ പോയി എടുത്താൽ വീഡിയോസിലൊക്കെ കണ്ടിട്ട് 2-3 ദിവസം തറയിൽ നിൽക്കാൻ സ്ഥലം കിട്ടത്തില്ല, സമയം കിട്ടത്തില്ല. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഫോൺ എടുക്കാൻ പോകാം. സമയം കിട്ടൂല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഒതുങ്ങി. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല, അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. ഇന്ന് വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ നെട്ടയത്ത് പോകുമ്പോൾ പോയിട്ട് കാണാം. ഏട്ടൻ്റെ ഫോൺ അവിടെ റിങ് ചെയ്തുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്തത്. വേദയ്ക്കൊന്ന് സ്കൂളുണ്ട്. സാറ്റർഡേ വേദയ്ക്ക് അങ്ങനെ വല്ലപ്പോഴൊക്കെ സ്കൂളുണ്ടാവാറുള്ളേ. ഇന്ന് വേദയ്ക്ക് സ്കൂളുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റുകൊണ്ട് എൻ്റെ ജോലികളെല്ലാം നേരത്തെ കഴിഞ്ഞു. കിച്ചണില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കുളിച്ചിട്ട് വന്ന. മണി 2 പോകുന്നു. ഇനി വേദയെ വിളിക്കാൻ പോകണം. വേദയെ വിളിക്കാനായിട്ട് ഓട്ടോ അമ്മൂൻ്റെ അപ്പച്ചൻ എന്തോ തിരക്കൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി മുതൽ എന്നും വേദയ്ക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ വേദയെ വിളിച്ചുകൊണ്ട് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ നേട്ടേത് പോവേ. നേരെ വേദയെ സ്കൂളിൽ വിളിക്കാൻ പോയട്ടോ. നമുക്ക് കാർണൽ സ്കൂൾ ഇവിടുന്ന് അടുത്താണ്, ഒരു 10 മിനിറ്റിന് ഉള്ളിലേ ഉള്ളൂ യാത്ര. വേദയെ പോയി വിളിച്ചിട്ട് വന്നപ്പോഴേക്കും കാസിം സർബത്ത് കയറി സർബത്ത് കുടിച്ചു. ഇപ്പോഴത്തെ സ്ഥിരം എൻ്റെ കലാപരിപാടി ഇതാണ്, സർബത്ത്, കാസിം സർബത്ത് കയറുക, സർബത്ത് കുടിക്കുക. ഇന്നലെയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേദ ഡാൻസിന് വേണ്ടിയിട്ട് ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നും അപ്പോൾ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ കുടിക്കുകയാണ്. വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വേദയ്ക്കും വാങ്ങിക്കൊടുത്തു. എന്നിട്ട് നേരെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറി വേദയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട നോട്ട്സും കാര്യങ്ങളും എല്ലാം ബാഗിലാക്കി നേരെ നെട്ടയത്ത് വന്നപ്പോൾ വേദയ്ക്ക് ഫിസിക്സിലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നെയിൽ, പിന്നെ നെയിലെന്ന് ഉദ്ദേശിച്ചത് അയൺ നെയിൽ, ബാറ്ററി, പിന്നെ ചാർട്ട് പേപ്പർ, അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. ഫാൻസിയിലായത് കൊണ്ട് തന്നെ കണ്ണിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ളതെല്ലാം വേദം നുള്ളി പറക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഞാൻ എല്ലാം വാങ്ങിച്ചു കൊടുത്തില്ല, ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ. പിന്നെ ഈ ഗെയിം ഉണ്ടല്ലോ, കാർഡ് ഗെയിം, അങ്ങനെ എന്തോ, അതിൻ്റെ ഒരെണ്ണം വാങ്ങി. എങ്ങനെയാണ് കളിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അതൊരെണ്ണം വാങ്ങിയിട്ട് യൂട്യൂബിലൊക്കെ ചെന്നിരുന്ന് പഠിക്കുന്നത് കണ്ടു. എന്നിട്ട് നേരെ നമ്മൾ നെട്ടേത് നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. അദ്ദേഹം ഭയങ്കര ജാടയിലാണ്. രണ്ട് കൈ കൊണ്ടും കിണുങ്ങന്റെ കൈ പിടിച്ച് നെഞ്ചിൽ വെച്ച് ഇരുന്ന് എന്തൊരു ജാട. ലൈറ്റ് ഇല്ല, നീ ലൈറ്റ് കവർ ചെയ്യാൻ ഇവിടെ അവിടത്തെ ക്യാമറമാൻ എടുക്കാതെ പോയി ആ കരച്ചില് എണ്ണ തേപ്പിച്ചല്ലേ ഇന്ന്. അമ്പിയായിട്ട് ഇവിടെ ഭയങ്കര കൊതുക് ശല്യേ. അങ്ങനെ ഞാൻ വീഡിയോയിൽ ഒരു ചോദിച്ചു. അങ്ങനെ ഒരുപാട് പേര് പല പ്രശ്ന പരിഹാരങ്ങളും കമന്റ് ചെയ്തു. അതിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, മാമാരത്തിന്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചൊട്ടിക്കാൻ. അത് നമ്മൾ എത്ര പാക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കണം എന്നറിയോ? കുഞ്ഞി പറഞ്ഞതിന് മുന്നേ വാങ്ങിച്ച് അവളുടെ ദേഹത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടൊന്നും അതിലൊന്നും നിൽക്കുന്നില്ല. ഭയങ്കര കൊതുക്. ഇതേ കണ്ടോ വീഡിയോയിലൂടെ പറന്നു പോണത്. ഇനി ഇരിക്കണല്ലേ എൻ്റെ പാക്കറ്റ്, പൊട്ടിക്കാത്ത പാക്കറ്റും ഒക്കെ നിറയെ ഇരിക്കണം. നമ്മളെല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്, പക്ഷേ ഭയങ്കര കൊതുക്. കൊച്ചിൻ്റെ കാലിലൊക്കെ കൊതുക് കടിച്ചാണ് ഇങ്ങനെ കറുത്തിരിക്കണം, അത് കുത്തായിട്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ച് നോക്കിയിരുന്നാലും കൊതുക് വന്ന് ഒരു ദിവസം ഒരു കൊതുക് അല്ലേ കുറഞ്ഞത് കടിച്ചിരിക്കും. പശുവാ? കുറെ പേര് വേദ പോലെ, ഇവിടെ ഒരാൾ എന്നെ പോലെ എന്ന് കമന്റ് ചെയ്ത്. ആ നിന്റെ ഒരു ചായയില്ല സത്യം. നിന്റെ സച്ചിന്റെ നല്ല ചായ ഉണ്ട് ചിലപ്പോഴൊക്കെ, പക്ഷെ അത് വീഡിയോയിലും ഫോട്ടോയിലും ആണ് സച്ചിൻ്റെതേ. നേരിട്ട് കാണുമ്പോൾ നമ്മളെയൊക്കെ ഉണ്ട മുഖമാണ്, വട്ടമുഖം. എന്താ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേരെയൊക്കെ അത് കണ്ടുകൂടാ, മുഖഛായ ഉണ്ട്. വേദ പണ്ട് ചെറുതിൽ ഇതുപോലെയൊക്കെയാണ് ഇരുന്നത്. അതും പറഞ്ഞു വേദയെ പോലെ ഉണ്ടെന്നും പറഞ്ഞു. അവളെടുത്ത് തിരിച്ചു കിടത്തി. ഞാൻ ഇനി അങ്ങനെ വീഡിയോയിൽ കാണിക്കും. അത് കൊള്ളാം. എനിക്ക് അനങ്ങിക്കൂടാ, ദേഹം അനങ്ങിക്കൂടാ. ഡയറ്റ്.
അപ്പോഴേക്കും നമ്മുടെ സാരിയാണോ മെറ്റീരിയൽ വാങ്ങിയ ചിത്ര വീട്ടിലേക്ക് വന്നിട്ട്. ചിത്ര ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ വാങ്ങിയപ്പോഴേ പറഞ്ഞു കൊറിയർ ചെയ്യണ്ട, ഞാൻ വന്ന് വാങ്ങിക്കോളാം, ശ്രീകുട്ടി ഉള്ളിടത്ത് വന്ന് വാങ്ങിക്കോളാം, എനിക്ക് ശ്രീകുട്ടി ഒന്ന് കാണാൻ കൂടി ചെയ്യാമല്ലോ എന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ചിത്രയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ വന്ന് എടുത്താലും മതി എന്ന് പറഞ്ഞു. ഇല്ല ശ്രീകുട്ടി ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളപ്പോൾ വന്നതാട്ടോ. വന്നിട്ട് എന്ത് സ്നേഹമെന്ന് അറിയാം എന്നോട് പറയാം കേട്ടോ. എനിക്ക് ഡ്രസ്സ് ആക്ച്വലി വേണ്ട, ശ്രീകുട്ടിയെ കാണണമെന്ന് കരുതിയിട്ട് മാത്രം വാങ്ങിയതാണ്, അല്ലാതെ എനിക്ക് ഡ്രസ്സ് വേണമെന്ന് കരുതിയിട്ട് വാങ്ങിയില്ല. ഞാൻ എവിടെ പോയാലും ശ്രീകുട്ടി ഉണ്ടാവും, പക്ഷെ അവിടെ എങ്ങും ശ്രീകുട്ടിയെ കാണാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചു, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് വന്നു കേട്ടോ. ഒരുപാട് സന്തോഷം കേട്ടോ ഇങ്ങനെ എനിക്ക്. അപ്പോൾ അമ്മ ചീമോട് പറയാം, നോക്കടി ഇവിടെ നമുക്കല്ലേ വിലയില്ലാതുള്ളൂ, ആൾക്കാർ എത്ര ഇഷ്ടത്തോടെ വന്ന് കാണുന്നു എന്ന് നോക്കിയേ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ വിലയില്ല, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതുപോലെ ഉണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡെന്ന് പറയുന്നത് നിങ്ങളാട്ടോ. നിങ്ങളുടെ ഈ സ്നേഹം, നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ സന്തോഷം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നമ്മളെ സീരിയലിലൂടെ കണ്ടിഷ്ടപ്പെടുക, അത്ര മാത്രമേ ഉള്ളൂ. അത്രയും സ്നേഹത്തോടെ അവരുടെ കുടുംബത്തിലൊരാളെ പോലെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ചിത്ര പോയ ശേഷം സച്ചിൻ വന്നു. സച്ചിൻ പഴംപൊരി ഉള്ളിവിടെയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ സച്ചിനെ കണ്ടപ്പോൾ സച്ചിൻ വന്നപ്പോൾ 4:30-5 മണിയായി കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ എഴുന്നേറ്റ് ചായ ഇട്ടു. അപ്പോൾ കുഞ്ഞിയുടെ കയ്യിലും കാലിലും ഒരു വളയോ കറുത്ത ഒന്നുമില്ല കേട്ടോ. കുറേ ചീമ എന്തൊക്കെയോ വാങ്ങിച്ചു വെച്ചൊക്കെയാണ്. കരിവിളയൊക്കെ ഒന്നും ഇടാൻ പറ്റുന്നില്ല, അവൾക്കെല്ലാം വലുതാണ്. അങ്ങനെ ഏതെങ്കിലും ഇടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ, ഏതെങ്കിലും ഇടാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ കാലിലിട്ടു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് തനിയെ ഞൂര് വന്നു കേട്ടോ. അവൾക്കെല്ലാം വലുതാണ്, ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. ഒന്നും ഒരു കറുത്ത ഇതുപോലും അവൾക്ക് കയ്യിലോ കാലിലോ ഒന്നുമില്ല. അതിൻ്റെ ഒരു നമ്മൾ കൊച്ചുകുട്ടികളാകുമ്പോൾ എന്തെങ്കിലും കറുത്തത് കയ്യിൽ കിടന്നാൽ ദൃഷ്ടിക്ക് വരില്ല എന്നൊക്കെയല്ലേ പറയുന്നത്, അതൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു ഇത് കേട്ടോ. എന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കുകയാണ്. അവൾ ഇത്രയും സമയം നമ്മൾ ടേബിളിൽ വെച്ചാണ് കുളിപ്പിച്ചത്. അവൾക്ക് ടബെല്ലാം വാങ്ങി. അപ്പോൾ ടബിൽ വെച്ച് കുളിപ്പിക്കാൻ ഏതോ ഉണ്ടോ നോക്കുകയാണ്. ഏതോ ഒക്കെ ഉണ്ട്, പക്ഷേ കമിഴ്ത്തി കിടത്തി ബാക്ക് സൈഡ് കുളിപ്പിക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എടുക്കും ഇടാനായിട്ട്, ഇടുമ്പോൾ എങ്ങും എത്തത്തുമില്ല കേട്ടോ. കുഞ്ഞി പെണ്ണേ. സോ ഗൈസ്, നമ്മള് എവിടെ പോണു? ചീമ ഷാർജ ഷേക്ക് കുടിക്കാൻ പോണു. ഞാൻ പൊറോട്ടയും ചിക്കനും കഴിക്കാൻ പോകുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രോട്ടീൻ മാത്രം മതി, കാർബ് വേണ്ട. പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞ പ്രോട്ടീൻ ഇഷ്ടം പോലെ കഴിക്കുക, അതാണ് പ്രശ്നം. അത് കൊള്ളാം. അല്ല, ആർക്കും വിഷമം വേണ്ട. കുഞ്ഞ് എന്തോന്ന് കഴിക്കാൻ പോണു? കുഞ്ഞ് ഉറങ്ങി, കുഞ്ഞെ കൂടെ കൊണ്ടുപോകണമെന്നാ പിന്നെ കരച്ചിലായിരിക്കും. അപ്പൊ കുഞ്ഞിയും മമ്മി പറഞ്ഞില്ലേ, കൊച്ചിന്റെ റാഷസ് ക്രീമൊക്കെ എടുത്ത് മുഖത്ത് തേച്ചോണ്ടിരിക്കും. എന്റെ കയ്യിൽ ബാക്കിഞ്ഞപ്പോ നിന്റെ മുഖത്ത് തേരുന്നു, ഞാൻ തേച്ചു കൊടുത്ത്. കേട്ടോ ചീമ, കൊച്ചിന്റെ റാഷസ് ക്രീമൊക്കെ നിന്റെ അമ്മ തേച്ചോണ്ടിരിക്കുന്നു. ജാനിക്കുട്ടി വീഡിയോയിലൊന്നും കാണാൻ പോലും ഇല്ല പപ്പിയ. എന്തൊക്കെ തേച്ചിട്ട് സുന്ദരിയാണ് നീയൊക്കെ, എന്തെല്ലാം കോപ്രായങ്ങൾ വാരിക്ക് തേക്കി എടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എത്ര വൃത്തിയുള്ളൂ. സുന്ദരനോടെ സുന്ദരൻ. അങ്ങനെ നമ്മൾ ബേക്കറി ജംഗ്ഷനിലുള്ള പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങാൻ വന്നു. ഇവിടുന്ന് നമ്മൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചീമയും കുഞ്ഞിയും വേദയും കൂടി കാറിലിരിക്കുകയാണ്. ഞാനും സച്ചിനും കൂടി വാങ്ങാൻ പോവാന്ന് കരുതി. കാർ ഇവിടെ എങ്ങും ഇടാൻ പറ്റട്ടോ, കുറച്ച് നമുക്ക് മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ബേക്കറി ജംഗ്ഷനിലാണ് ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കട കേട്ടോ. കുഞ്ഞു പൊറോട്ടയും ചിക്കൻ ഫ്രൈ, ചൂട് ചിക്കൻ ഫ്രൈ ഉണ്ടാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിറയെ കടകളുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ഇരിക്കുന്ന കടയാണ്, ട്രാൻസ്ഫോമറിന്റെ അടുത്തിരിക്കുന്ന കട കേട്ടോ. ഇത് നമ്മുടെ ചേട്ടന്മാർ നിന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ചൂട് അടുപ്പത്ത് കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഇരുന്നപ്പോ തോന്നിയതാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കാൻ. നമ്മളെ ചിക്കൻ അടുപ്പത്തിട്ടതേ ഉള്ളു കേട്ടോ, ആവുന്നതേ ഉള്ളു. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം, ചൂടോടെ ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ. ഇത് ചിരിക്കണ മലയാളി തന്നെ സാധാരണ അല്ല ആണാ? ആ ചേട്ടന്റെ ബാക്കി ഇരിക്കുന്നത് മലയാളി തന്നെ. ആ ശരി ശരി ശരി.
ചേട്ടന്റെ മോനാണെന്ന്. ഒരു കടയിലും മലയാളികൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സംശയം ചോദിച്ചത്. അപ്പൊ ഇവിടെ ചേട്ടൻ മലയാളികളെ നിർത്തൂ. അന്യ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഇപ്പോഴേ നമ്മളെ വീടെത്തിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങും. ഞാനൊരു കുഞ്ഞ് അപ്ഡേഷൻ അല്ല, ഒരു കുഞ്ഞ് കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്. നാളെ മുതൽ നമുക്ക് റീൽസ് ആയിട്ട് വീഡിയോ ഇട്ടാലോ? കാരണം നമ്മുടെ കണ്ടന്റിന് അധികം എന്നും വീട്ടിലാവുമ്പോൾ കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പോൾ കുഞ്ഞ് റീൽസ് ആയിട്ട് ഇട്ടാൽ അപ്പോൾ കണ്ടന്റ് നമുക്ക് വീട്ടിലാവുമ്പോൾ എന്നും ഞാൻ നിൽക്കുന്നു, കിച്ചണിൽ കയറുന്നു, പോകുന്നു, വരുന്നു, സെയിം ഒരേ കണ്ടന്റ് ആകുമ്പോൾ നിങ്ങൾക്കും ബോറിങ്. അപ്പം അത് റീൽസ് ആയിട്ട് ഇത്രയും ലെങ്ത് ആയിട്ട് ഇടാതെ റീൽസ് ആയിട്ട് ഇടട്ടെ എന്നൊരു പ്ലാൻ ഉണ്ട്. ഒരു 1 വീക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോണ്ട് എന്നൊന്ന് നോക്കിയിട്ട് ലെങ്തി വീഡിയോ വീക്കിലി 2 days ഇടാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എന്ത് പറയുന്നു ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഈ ബാക്കിൽ ബഹളം കേൾക്കുന്നത് കുഞ്ഞിയെ എല്ലാവരും കൂടി കളിപ്പിക്കുന്നതാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഞാൻ ചോദിച്ച കാര്യത്തിന് കമന്റ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.